ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മലയാളം പരീക്ഷയാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു മെഗാ മാരത്തോൺ ഉണ്ട്. 7 മണിക്കാണ്. എല്ലാവരും പങ്കെടുക്കുക. ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ടീച്ചർ വരുന്നത്. എനിക്ക് പറയാനുള്ളത് ഒരു ചോദ്യം ഇതാണ്. അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിൽ കാന്താരി മുളക് പ്രസംഗിച്ചത് നമ്മൾ വായിച്ചല്ലോ. പിറ്റേന്ന് ഇത് വാർത്തയായി പത്രത്തിൽ വന്നാൽ എങ്ങനെ എഴുതാം? അപ്പൊ ചോദ്യം ഏതാണ്? പത്രവാർത്തയാണ്. വരാൻ സാധ്യതയില്ലേ? പത്രവാർത്ത വരൂല്ലേ? പത്രവാർത്ത വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം എന്ന് പറയുന്ന പാഠം നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? മത്തങ്ങ ചേട്ടൻ കാന്താരി മുളകിനെ പ്രസംഗിക്കാൻ വിളിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മൾ പാഠം അറിഞ്ഞിരിക്കണം. എവിടെയാണ് ഈ ഒരു സമ്മേളനം നടന്നത് എന്നറിയണം. എന്നിട്ട് അടിപൊളി ഒരു തലക്കെട്ടും കൊടുത്ത് നമുക്ക് എന്തെഴുതാം? ഒരു ന്യൂസ് എഴുതാം അല്ലെ? ആ ന്യൂസ് പറയുന്നതിന് മുമ്പേ ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പ്രാണ ബാച്ചിന്റെ എൻഡ് ഗെയിം ഇപ്പോൾ ഫുൾ കംപ്ലീറ്റ് റിവിഷൻ ബാച്ച്, അതായത് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ബാച്ച് ഇവിടെയുണ്ട്. എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്നതാണ്. 1175 രൂപ മാത്രമാണ് കേട്ടോ ഇതിലുള്ളത്. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ എന്താണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇനി ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. ചോദ്യം ഇതാണ്. ആലുംമൂട്. അതിന്റെ മുന്നേ നല്ല അടിപൊളി ഒരു പേര്. എന്താണ് പേര്? യെസ്, കളറായി പഴം പച്ചക്കറി സമ്മേളനം. കളറാവുക എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രയോഗമാണ്. സൂപ്പറായി, അടിപൊളിയായി എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ? കളറായി, പരിപാടി കളറായി എന്ന് പറയാറില്ലേ? അങ്ങനെ. പിന്നെ സ്ഥലം വേണം. ആലുംമൂട് പച്ചക്കറി ചന്തയിൽ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടന്നു. പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ, തണ്ണിമത്തനായിരുന്നു അധ്യക്ഷൻ. ഇതൊക്കെ നമ്മളെ പാഠത്തിൽ പറയുന്നുണ്ട്. പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ എരിവും വീര്യവുമുള്ള കാന്താരിക്കൊട്ടി തീപ്പൊരി പ്രസംഗം നടത്തി. ആരാണ് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു. ചെറിയൊരു വാർത്തയാണേ, പക്ഷെ എല്ലാം ഉണ്ട്. മറ്റുള്ളവർക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം അല്ലെ? കാത്തിരിക്കുന്നിടത്തോളം വലിയ ത്യാഗം എന്താണ്? ഏറ്റവും വലുതാണെന്നും അല്ലെ? ജീവിതം ഒഴിഞ്ഞുവെച്ച് കാത്തിരിക്കുന്ന ത്യാഗം അല്ലേ? കാത്തിരിക്കുന്ന ത്യാഗം ഏറ്റവും വലുതാണെന്നും അതിൽ ആരും വിഷമിക്കേണ്ടെന്നും കാന്താരി പഴങ്ങളെയും പച്ചക്കറികളെയും ഓർമ്മിപ്പിച്ചു. അല്ലെ? ആലുംമൂട് ചന്തയിൽ എന്താണ്? ആലമൂട് പച്ചക്കറി ചന്ത ശനിയാഴ്ച പുളകമണിഞ്ഞു. അതൊരു പ്രയോഗമാണ് അല്ലേ? എന്താണ് ഈ ഒരു പ്രസംഗമൊക്കെ കേട്ടിട്ട് പുളകമണിഞ്ഞു? സിമ്പിളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും ചെറുതാണ് ടീച്ചർ എഴുതിയത്. അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിന്റെ സെക്രട്ടറി മത്തങ്ങ ചടങ്ങിൽ നിറസാന്നിധ്യമായി. അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിന്റെ സെക്രട്ടറി മത്തങ്ങ ചടങ്ങിൽ നിറസാന്നിധ്യമായി. ആലമൂട് പച്ചക്കറി ചന്തയിൽ അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം നടന്നു അല്ലെ? പച്ചക്കുപ്പായക്കാരൻ തണ്ണിമത്തൻ ആരാണ്? അധ്യക്ഷത വഹിച്ചു. എരിവും വീര്യവുമുള്ള കാന്താരിക്കുട്ടി തീപ്പൊരി പ്രസംഗം നടത്തി. പിന്നെ എന്താണ് പറഞ്ഞത് എന്ന് ഒരു ഇൻവേർട്ട കോമയൊക്കെ ഇട്ടിരുതാ. ഈനാണ് ഇൻവേർട്ട കോമ എന്നറിയാം അല്ലെ? ഇങ്ങനെ ഇടുന്നതിനാണ് ഇൻവേർട്ട കോമ എന്നറിയാം. ഏറ്റവും വലുതാണെന്നും അതിലാരും വിഷമിക്കേണ്ടെന്നും എന്താ പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ ഇൻവേർട്ട കോമയിൽ ഇടുക കേട്ടോ. എന്നിട്ട് പഴം പച്ചക്കറിയെയും ഓർമ്മപ്പെടുത്തി. പിന്നെ നമ്മളെ കത്തയച്ചിട്ടാണ് മത്തങ്ങ ചേട്ടൻ വിളിച്ചു വരുത്തിയത്? നമ്മുടെ കാന്താരിയെ സമ്മേളനത്തിൽ വിളിച്ചു വരുത്തിയത്. അപ്പൊ നിങ്ങൾ എഴുതണം, അഖില ലോക പഴം പച്ചക്കറി സമ്മേളനത്തിന്റെ സെക്രട്ടറി മത്തങ്ങ അല്ലെ? ചടങ്ങിൽ നിറസാന്നിധ്യം. എല്ലാത്തിനും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ മത്തങ്ങ? അങ്ങനെ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇങ്ങനെ നല്ലൊരു സമ്മേളനം. ഇല്ലെങ്കിൽ ആലുംമൂട് പച്ചക്കറി ചന്ത എന്താണ്? പുളകമണിഞ്ഞു. അങ്ങനെ എന്താക്കാം? കളറായി പഴം പച്ചക്കറി സമ്മേളനം. ഇത് മാത്രമല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക, മാരത്തോണിൽ പങ്കെടുക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ടീച്ചർ ഇനിയും വരും. ബൈ.